നമ്മുടെ ഇത്രയും വർഷത്തെ ഒരു സാമൂഹിക പ്രവർത്തനം അമ്മ നേരിട്ട് ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു? അതുപോലെ തന്നെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ആത്മസംതൃപ്തി നൽകിയ ഒരു കാര്യം, അമ്മയ്ക്ക് മനസ്സാണ് സന്തോഷം തോന്നി അമ്മ എടുക്കുന്ന ആ സാമൂഹിക പ്രവർത്തനം എന്തായിരുന്നു അറിയുന്നത്? വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മൾ ഈ ഹ്യൂമൻ റൈറ്റ്സിൽ ഇടപെടുമ്പോൾ അതുകൊണ്ട് നെഗറ്റീവ്ലി അഫക്റ്റഡ് ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഇവരെ കയ്യിലടക്കിയിരിക്കുന്ന ആളുകൾ നമുക്കെതിരായിട്ട് എഴുന്നേൽക്കുന്നത്. അങ്ങനെയുള്ള ചില ആളുകൾ, ഞാൻ ചിലരുടെ അവിടെ ആദിവാസികളുടെ രാജ്യം മറ്റുള്ളവർക്ക് വാങ്ങിക്കാൻ നിയമപരമായിട്ട് അവകാശമില്ല. പക്ഷെ ഒരുപാട് പേര് പണക്കാർ പൈസ കടം കൊടുത്തിട്ട് പറ്റിയെന്നാണ് ഫേക്ക് നെയിമിൽ രജിസ്റ്റർ ചെയ്ത് എടുക്കാറുണ്ട്. പക്ഷെ ദൈവം നല്ലവനാണ്. എനിക്ക് പലപ്പോഴും നല്ല ഓഫീസേഴ്സ് ഉണ്ട്. അവർ വന്ന് ചാർജ് എടുക്കുമ്പോഴേ ചോദിക്കും, മാഡം വാട്ട് ഈസ് ടു ബി ഡൺ ഹിയർ? അപ്പോൾ അവരുമായിട്ട് പറഞ്ഞു ഇങ്ങനെ പലതും പൈസ പോലും കൊടുക്കാതെ തിരിച്ചു കൊടുപ്പിച്ചു. അപ്പോൾ അവർ റിയാക്ട് ചെയ്ത് എനിക്കെതിരായിട്ട് കള്ളക്കേസ് കോടതിയിൽ പോലീസ് ഒരു പെണ്ണിൻ്റെ FIRന് വേണ്ടിയിട്ട് അടിച്ചു ഇടിച്ചു, കയ്യെ ചുറ്റി പന്ത് പോലെ പുറത്തോട്ട് എറിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞു. പക്ഷെ ഈ ദൈവം എന്ന് പറയുന്ന വലിയ പുള്ളിയാണ്. അത് ഒരു പ്രതീക്ഷയില്ലാതിരുന്നു. ഒരുപാട് സംഭവങ്ങൾ നടന്നു. അത് വലിയ ഇഷ്യൂവായി. ഒരുപാട് സ്ത്രീകളെ ഇടപെട്ടു. 6 എൻക്വയറി നടന്നു. എന്നിട്ടും ആക്ഷൻ നടന്നില്ല. അപ്പം എല്ലാവർക്കും കേൾക്കുന്നത് ഞാൻ ഫേക്ക് കേസ് പ്രസ്റ്റീജ് ഇഷ്യൂവിന് വേണ്ടിയിട്ട് അവർ കള്ളക്കേസ് ഉണ്ടാക്കിയതാണ് ആ പോലീസിനെതിരെ. പക്ഷേ 2 കൊല്ലം അനങ്ങാതെ കേസ് ഒരിക്കൽ ഈ ട്രാൻസ്ഫർ വേറെ ആവുന്നു. ഇയാൾ അടിച്ചൊക്കെ കാലയിലുള്ള പാടുണ്ട്, കറുത്ത പാടുണ്ട്. വലിയ ഞങ്ങളുടെ കൂടെ SP എടുത്തൊന്ന് വരാമെന്ന് ചോദിച്ചു. SP പുതിയാണ്. ഞാൻ അവരുടെ കൂടെ പോയി ഇവരുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങളാണോ ആ ദയാവായി ഒരു 6 രൂപ TI ആയിട്ട് ഒരു പ്രശ്നമുണ്ടായി? യെസ്. അപ്പോൾ എന്നോട് ചോദിച്ചു, സച്മയോ അതിലൊക്കെ ശരിക്കും കൈകൊണ്ട് തൊടുകെങ്കിലും ചെയ്തോ? അപ്പം ഞാൻ നടന്നത് അതുപോലെ പറഞ്ഞു. ആദ്യം ഇടിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഹാത്ത് നെയ്തകായി. അത് കഴിഞ്ഞ് ഇടിച്ചു. അത് കഴിഞ്ഞ് ഇറക്കി. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഭിത്തിയെ കൊണ്ട് ഇടിച്ചു. എൻ്റെ പല്ല് ഒടിഞ്ഞു. എല്ലാം വളർന്നിട്ട് ലോക്കപ്പിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാനിങ്ങനെ തൂങ്ങിക്കിടന്നു. അവിടെ എനിക്ക് പേടി തോന്നി. ലോക്കപ്പിന് അടുത്ത് റേപ്പ് മർഡറൊക്കെ ഉണ്ടാകും. തൂങ്ങിക്കിടന്നപ്പോൾ കൃത്യമാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇതെല്ലാം കണ്ട ഒരു 10-20 പേര് കൂടെ വരുന്നു. അതിലെനിക്ക് പറഞ്ഞാൽ ഇങ്ങനെ ഒരു എൻമിറ്റി ഉള്ളവരുമുണ്ട്. എന്നിട്ടും അവർ ചോദിച്ചു അന്നേരം പറഞ്ഞത് ഇവളായിരങ്ങള് ആദിവാസികളെ ഹരിജനങ്ങളെ ക്രിസ്ത്യാനിയാക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ക്രിസ്ത്യാനിയാക്കുന്ന കേസ് കോടതിയിൽ കൊണ്ടുവരിക. എന്നിട്ട് എണ്ണയും ഭക്ഷണ സാധനവും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു അത് അംഗൻവാടിക്കാരാണ് കൊടുക്കുന്നത്. ഞാൻ ഒരു സാധനവും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറില്ല ഇങ്ങനെ. പക്ഷേ അന്ന് രാത്രി അന്ന് തന്നെ ആ SP വയർലെസ് വെച്ച് ആ പോലീസിനെ വിളിപ്പിച്ചു. പിറ്റേ ദിവസം മുതൽ അയാൾ SPD ഓഫീസിൽ ചായ കൊടുക്കുന്നു, ജോലി കൊടുത്തു, ഡിമോഷൻ, 2 ഇൻക്രിമെൻറ്റും ക്യാൻസൽ. 10 മണിക്ക് തഹസിൽദാർ എൻ്റെ വീട്ടിൽ വന്ന് ചോദിച്ചു, എനിക്ക് മെസ്സേജ് വാട്ട് മെസ്സേജ്? അപ്പോൾ അയാളാണ് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം. അതെന്താ അങ്ങനെ 2 കൊല്ലം ഡെഡായിട്ട് കിടന്ന കേസാണ്. അപ്പം ഈ വേദനയുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇയാളെ ഈ ഉപ്പർവാല ഇങ്ങനെ ഇറങ്ങി വന്ന് സത്യത്തിൻ്റെ കൂടെ നിൽക്കും. അതൊരു വലിയ അനുഭവമാണ്. അതുകൊണ്ട് എനിക്ക് പ്രയാസമൊന്നുമില്ല. ഞാനിങ്ങനെ തന്നെ ജീവിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇപ്പം എൻ്റെ പ്രയോറിറ്റി കാസർഗോഡ്.